ഇപ്പോൾ വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ വിധി വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം എന്ന രീതിയിൽ തന്നെ വന്നിരിക്കുകയാണ് വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി പൊതുരംഗം സംശുദ്ധമാക്കണം എന്നതാണ് ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഇന്നലെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് വളരെ പ്രസക്തമായിരുന്നു. വളരെ ചുരുക്കം ഒന്ന് രണ്ട് നേതാക്കൾ ഒഴിച്ച് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വി.ടി. ബൽറാമിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. സൗമ്യ, ഒരുപക്ഷെ കോൺഗ്രസിൽ പല ഘട്ടത്തിലും സ്വന്തം അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നൊരു നേതാവാണ് വി.ടി. ബൽറാം. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: വിക്കറ്റ് വീഴ്ചകളെക്കുറിച്ചുള്ള ക്രിയാത്മകവും ഏകപക്ഷീയവുമല്ലാത്ത എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പൊതുരംഗം കൂടുതൽ സംശുദ്ധമാവട്ടെ. ഒരുപക്ഷെ മുൻമന്ത്രി ഇ.പി. ജയരാജൻ രാജിവെക്കുന്ന ഘട്ടത്തിലായിരുന്നു ആദ്യ വിക്കറ്റ് വീണോ എന്ന തരത്തിൽ വി.ടി. ബൽറാമിൻ്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാവുന്നു. തുടർന്ന് ഫേസ്ബുക്കിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് ഇത് സംബന്ധിച്ച് നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു കോടതിയുടെ വിധി ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട പ്രതികരിക്കേണ്ട നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് നമ്മൾ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം ആരാഞ്ഞു. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. വി.എം. സുധീരനോടും അദ്ദേഹം പ്രതികരണം ആരാഞ്ഞു. സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാരുടെ നിരവധിയാവുന്ന പ്രതികരണങ്ങൾ ആരാഞ്ഞുവെങ്കിലും ഏകപക്ഷീയമായ ഒരു പ്രതികരണം പോലും നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്നും വളർന്നു വരുന്നൊരു പ്രമുഖനായ നേതാവ് വി.ടി. ബൽറാം ഇത്തരത്തിൽ വ്യാഖ്യാനങ്ങൾക്കിട നൽകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന വാചകമാണ് നമ്മൾ ആവർത്തിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരിക. നമ്മുടെ പൊതുരംഗം കൂടുതൽ സംശുദ്ധമാവട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ 2 വരികൾ മാത്രമുള്ള അവസാന വാചകത്തിൽ പറയുന്നത്. ഇത് നേരത്തെ ഇതിൻ്റെ നിലവിലത്തെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി ഇ പി ജയരാജൻ രാജിവെക്കുന്ന ഘട്ടത്തിൽ ആദ്യ വിക്കറ്റ് വീണോ എന്ന് ചോദിച്ച വി.ടി. ബൽറാമിനെതിരെ രൂക്ഷമായ പരിഹാസങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. 2 സാഹചര്യങ്ങളാണ് ഇതിനു മുന്നിലുള്ളത്. ഒന്ന്, ഫേസ്ബുക്ക് വഴി തൻ്റെ ഫോളോവേഴ്സുമായി അദ്ദേഹത്തിൻ്റെ ആശയവിനിമയത്തിലൊരു പുതിയ സാധുത അദ്ദേഹം വെട്ടിത്തുറന്നിരിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ കുറേ നാളുകളായി ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ KSUവിൽ എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി എന്നോണം വളർന്നു വന്ന നേതാവ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ എ ഗ്രൂപ്പിനുള്ളിൽ ഒരു ഭിന്നത ഉണ്ടാവുകയും കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ഗ്രൂപ്പുകളില്ലാത്തൊരു നിലപാടാണ് വി.ടി. ബൽറാം എടുത്ത് പോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. തുടർന്ന് ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ പൊതുപ്രവർത്തനം കൂടുതൽ സംശുദ്ധമാവട്ടെ എന്ന് പറയുന്നതിലൂടെ ഉമ്മൻചാണ്ടി മാറി നിൽക്കണമെന്ന് തന്നെയാണ് ഭംഗ്യന്തരേണ വി.ടി. ബൽറാം സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് അസന്നിഗ്ധമായി പറയാനും കഴിയും. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. സോളാർ വിധിക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നു. വി.ടി. ബൽറാമാണ് ചുരുങ്ങിയ വാക്കുകളിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ പറയുന്നത്. വിക്കറ്റ് വീഴ്ചകളെ കുറിച്ചുള്ള ക്രിയാത്മകവും ഏകപക്ഷീയമല്ലാത്തതുമായ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പൊതുരംഗം കൂടുതൽ സംശുദ്ധമാവട്ടെ എന്നാണ് വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.